ഒരു വർഷത്തെ 10,000 കിലോമീറ്റർ ഉപയോഗിച്ചിട്ട് എത്രയാണ് ഇതിന് മൈലേജ് കിട്ടുന്നത്? അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ വണ്ടിക്ക് അത്യാവശ്യം ബോഡി റോൾ ഉള്ളത് ഉണ്ട്, അതെന്തായാലും ഉണ്ട്. സർവീസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല, ഓപ്പണായിട്ട് പറയാൻ അല്ല. അതിന്റെ ആകെയുള്ളൊരു ഗ്ലോ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓണേഴ്സ് മാനുവൽ പോലും വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല. സ്ക്രീനിന്റെ ടച്ച് ഇത്തിരി പ്രശ്നമുണ്ട്. ചില സമയത്ത് നമുക്ക് പഴയ ചൈന ഫോൺ ഞെക്കുന്നതിലൂടെ ഡീസൽ മാനുവലാണ് ഹാർഡ് ടോപ്പ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട്? ആദ്യമേ നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് മേളത്തെ ഹാർഡ് ടോപ്പിൽ നമുക്ക് ലീക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെ ഇരിക്കും, ഒരു കാറ് പോലെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം കുറേ പേര് ഇതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, വാക്ക് ഓഫ് ദി നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നൊരു വാഹനമായിരുന്നു ജീപ്പ് എന്ന് പറയുന്നത്. അത് ഇപ്പോഴും മലയോര മേഖലകളിലൊക്കെ ആളുകൾ, അതായത് ബസ്സൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നൊരു വാഹനമാണ് ജീപ്പ്. പഴയ കാലത്ത് ഈ കാറുകളൊക്കെ കുറച്ച് കോമണായി വരുന്നതിന് മുമ്പുള്ള സമയത്ത് എല്ലായിടത്തും ജീപ്പാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ജീപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നെങ്കിലും മഹേന്ദ്ര എന്ന നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചേഴ്സായ മഹേന്ദ്രയുടെ വാഹനങ്ങളാണ് കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ ജനറേഷനൊക്കെ മുമ്പത്തെ കാലമാണ് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് മഹേന്ദ്രയുടെ കുറേ വാഹനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അപ്പം അതിന് എവല്യൂഷൻ സംഭവിച്ച് പുതിയ കുറേ മോഡൽസ് അവർ ഇറക്കുകയുണ്ടായി. അപ്പം അത്തരത്തിലുള്ള ഒരു മോഡലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അതിൻ്റെയൊക്കെ രാജാവായിട്ടുള്ളൊരു മോഡലിനെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. മഹീന്ദ്ര ഥാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റിനെ ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ താർ ലോഞ്ചായിട്ട് നേരത്തെ കുറേ വാഹനങ്ങൾ, ജീപ്പിൻ്റെ കുറേ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഈ താർ എന്ന മോഡൽ ലോഞ്ചായിട്ട് ഏകദേശം 10-20 വർഷം ആ ഒരു റേഞ്ചേ ആയിട്ടുള്ളൂ പുതിയ താർ അവർ അവതരിപ്പിച്ചിട്ട്. അപ്പം താറിനും കുറേ അപ്ഡേറ്റ്സ് വന്ന് ഇപ്പം ഏറ്റവും പുതിയ താർ അവതരിപ്പിച്ചപ്പം ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തത്. കാരണം ഇതൊക്കെ ആദ്യം ടെസ്റ്റ് റണ്ണിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഡെലിവറി ഒക്കെ വന്ന് റോഡിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായൊരു അത്ഭുത അല്ലെങ്കിൽ ഭയങ്കരമായുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഒരു താറ് റോഡിൽ നമുക്ക് കാണുക എന്നുള്ളത്. അപ്പം ആ ഒരു വാഹനത്തിൻ്റെ യൂസർ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മളിന്ന് കുറേ പേർക്ക് സംശയമുണ്ട്. അതായത് കുറേ പേര് കാറ് ചൂസ് ചെയ്യുമ്പം ഈ ഒരു വാഹനത്തിൽ പോകണമെന്നുണ്ട്. കാരണം ഇതിൻ്റെ ലുക്കും പെർഫോമൻസും ഒക്കെ വെച്ചിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും അതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എങ്ങനെ ഇരിക്കും, ഒരു കാറ് പോലെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം കുറേ പേര് ഇതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പം നമുക്ക് ഈ വാഹനം ഉപയോഗിക്കുന്ന ആളെ നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം നമ്മുടെ ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജേക്കബ് എന്നാണ് ആളിൻ്റെ പേര്. ജേക്കബ് കുറച്ച് ഒരു വർഷമായിട്ട് താർ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അറിയണമല്ലോ. കുറേ പേർക്ക് താറിനോടുള്ള ആഗ്രഹമുണ്ട്, എങ്കിലും കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അവർ എടുക്കാതെ പോകുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇപ്പം താർ ഇപ്പം എടുത്തിട്ട് എത്ര നാളായി? കറക്റ്റ് ഒരു വർഷമായി. അപ്പം ഒരു വർഷത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയണ്ടേ. അപ്പം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? ഇപ്പോൾ ഓൾമോസ്റ്റ് 10,000 കിലോമീറ്റേഴ്സ് ആവുന്നു. അപ്പം 10,000 ഒക്കെ ഓടിയപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. അപ്പം എങ്ങനെയുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഡ്രൈവിംഗ് കംഫർട്ട് മാത്രമല്ല, യാത്രയുടെ ഒരു കംഫർട്ട് വേണം നമുക്കറിയണ്ടേ. എങ്ങനെയുണ്ട്? അപ്പോൾ ആദ്യം ഡ്രൈവിംഗ് കംഫർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. ആദ്യമേ നമ്മൾ ഫസ്റ്റ് 4x4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കിയ സെൽറ്റോസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് വലിയ എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഫ്രഷ് ആയിട്ടൊരു ഇതിലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു 4x4, പക്ഷേ നമുക്ക് ആ ഒരു ഫീൽ സാധാ ഒരു കാർ യൂസ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഇത് ഉണ്ടായിരുന്നു. ഡ്രൈവിംഗ് കംഫർട്ടിലൊന്നും നമുക്ക് അങ്ങനെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നുമില്ല. നമ്മൾ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ പണ്ടോട്ട് എല്ലാവരുടെയും ഒരു ആഗ്രഹ വണ്ടിയാണല്ലോ ജീപ്പ് താറെന്നുള്ളത്. അപ്പൊ ആ ഒരു ആഗ്രഹം വെച്ച് എടുത്തതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം താറ് അല്ലെങ്കിൽ ഒരു ജീപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും കുറച്ച് ഹാർഡായിരിക്കും. ഇപ്പം ഡോറ് തന്നെ തുറക്കുന്നത് ഭയങ്കര ഹാർഡനായിരിക്കും എന്നുള്ളൊരു ഇമേജ് ആണല്ലോ ഇതിനൊക്കെ ഉള്ളത്. അപ്പം ഇത് വന്നപ്പം ഇത് പ്യുവർ ഒരു കാറിൻ്റെ പോലത്തെ സ്മൂത്ത് അല്ലെങ്കിൽ ലൈറ്റ് ഒരു വാഹനമാണല്ലോ. ഡ്രൈവ് ചെയ്യുമ്പോഴും മനസ്സിലായി ഒരു ലൈറ്റായിട്ടാണ്. അപ്പം സ്റ്റിയറിംഗ് കംഫർട്ടൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല.
അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതെങ്ങനെയാണ്, അതായത് എക്സ്പെക്റ്റേഷനിലും കൂടുതലായിട്ട് തോന്നിയോ? അത് ഉറപ്പായിട്ടും തീർച്ചയായും നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു ജീപ്പ് ഓടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു ഇതിലാണ് നമ്മളും എടുക്കുന്നത്. പക്ഷേ നമ്മളിത് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കാർ യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടേ നമുക്ക് തോന്നിയിട്ടേ ഉള്ളൂ. പിന്നെ ജീപ്പാണ്, അതിൻ്റെതായ പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ട്, ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോബാക്സ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയില്ല, നമ്മൾ ആ ഒരു പ്രതീക്ഷയിലിടില്ല. പക്ഷെ മീറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഇതിന്റെ പർപ്പസിനനുസരിച്ച് ഇത് പുലിയാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്ന ആളുടെ പർപ്പസ് അനുസരിച്ചിരിക്കും ഈ വണ്ടി. അതായത് ഇത് നമ്മുടെ മെയിൻ വണ്ടിയായിട്ട് കാറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനും വേറത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴും അവിടെ നമ്മുടെ ഫോക്സ് വാഗൻ ടൈഗറിന്റെ വീഡിയോയിൽ അദ്ദേഹം ഒരു ടൈഗറിന്റെ കൂടെ ഒരു താറ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം താറാണ് എടുത്തത്. അപ്പം പ്രായമുള്ളവരൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് അപ്പം കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടുത്തൊരു വണ്ടി കൂടെ എടുത്തത്. അപ്പം എങ്ങനെയാ, അപ്പം യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത്? നമ്മൾ ഏറ്റവും കൂടുതൽ ലോങ് പോയത് മൂന്നാറാണ്. അത് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 4 പേരുടെ ലഗേജ് വരുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം പുറകിൽ ലഗേജ് സ്പേസ് ഭയങ്കര കുറവാണ്, ബൂട്ട് സ്പേസ് കുറവാണ്. അപ്പോൾ ലഗേജ് വെച്ചാൽ നമുക്ക് സീറ്റ് ഡിക്ലൈൻ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ വണ്ടിക്ക് അത്യാവശ്യം ബോഡി റോൾ ഉള്ളത് ഉണ്ട്, അതെന്തായാലും ഉണ്ട്. അപ്പോൾ ലോങ് പോകുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കോർണേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ വീശി എടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പുറകിൽ നല്ല പോലെ അത് അറിയാനോ. ഓടിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലെങ്കിലും ഓടിക്കുന്നവർക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്ന കോ പാസഞ്ചേഴ്സിനും പ്രശ്നങ്ങളൊന്നുമില്ല, സാധാ സ്മൂത്ത് ആണ് അവർക്ക്. പുറകിലിരിക്കുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ആവുന്നുണ്ട്. ലോങ്ങിനൊക്കെ പോകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ. ഓക്കെ, അപ്പോൾ അതൊരു യാത്രാവാഹനമായിട്ട് പക്ക നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയില്ല എങ്കിലൊരു ഫൺ തരുന്ന വാഹനം. ഉറപ്പായിട്ട് ഒരു വീക്കെൻഡ് യൂസിന് വേണ്ടിയുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഫണ്ണിന് പോയിട്ടുണ്ടോ നമ്മുടെ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ? നമ്മൾ ചെറിയ ഉറുമ്പിക്കര കുറച്ച് ഭാഗവും പിന്നെ ഇലവിയുടെ പുഞ്ചിറ അവിടെ നമ്മൾ അങ്ങനെ പോയിട്ടുള്ളൂ. അതൊക്കെ നല്ല പക്ക ഓഫ് റോഡ് തന്നെയാണ്. പക്ക ഓഫ് റോഡ് ആയിട്ട് നമ്മൾ പോയിട്ടില്ല ഇതുവരെ. അത് അത്യാവശ്യം നല്ല ഓഫ് റോഡ് ആണ് ഈ രണ്ട്. പിന്നെ നമ്മളും ഒരു പഠിക്കുന്ന ഒരു സ്റ്റേജ് ആണ്, ഓഫ് റോഡ് ആയി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ മെയിൻ ഓഫ് റോഡായിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ചോദിക്കാനുള്ള മഹീന്ദ്ര താറിന് എത്രയാണ് മൈലേജ് കിട്ടുന്നത്? ഇപ്പം ഒരു വർഷത്തെ 10,000 കിലോമീറ്റർ ഉപയോഗിച്ചിട്ട് എത്രയാണ് ഇതിന് മൈലേജ് കിട്ടുന്നത്? നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് 14 മൈലേജ്, 14-13 മൈലേജ് നമുക്ക് എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു വട്ടം ഇത് പോയപ്പോൾ ലോങ് പോയപ്പോൾ 19 കാണിച്ചിട്ടുണ്ട്, 19-18 കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് നമുക്കൊരു 19-18 കാണിച്ചെങ്കിൽ ഒരു 17-16 എങ്കിലും എന്തായാലും കിട്ടണം. അത് നല്ലൊരു മൈലേജ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ്. ബാക്കിയുള്ള കാറിന് ഈ ഒരു സെഗ്മെന്റ് കാറിനോട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ചോദിക്കാനുള്ളത് സർവീസിനെ പറ്റി. അപ്പം സർവീസ് എവിടെയാണ് കൊടുക്കുന്നത്? എങ്ങനെയുണ്ട് ഇതുവരെ കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്? നമ്മളിത് എടുത്തിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ് എടുത്തിരുന്നത്. പിന്നെ അവിടെ ഒരു സർവീസ് ചെയ്തു, പിന്നെ 2 സർവീസ് നമ്മൾ തെക്കേമലയാണ് ചെയ്തത്. സർവീസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല, ഓപ്പണായിട്ട് പറയാൻ അല്ല. അതായത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ. അപ്പോൾ നമ്മൾ തെക്കേമലയാണ് ചെയ്യുന്നത്. അപ്പോൾ തെക്കേമലയുടെ മാത്രമല്ല, ഓൾമോസ്റ്റ് മഹീന്ദ്രയുടെ നമ്മൾ ആദ്യമേ ചെയ്യുന്നിടത്താണേലും നമുക്ക് കുറച്ച് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനും ഒരിടത്ത് സർവീസ് സെന്ററിൽ മഹീന്ദ്രയുടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം സർവീസ് ചെയ്തതിന് ശേഷം അത് അവരെല്ലാം മാറ്റിയെന്ന് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വേറൊരു ആവശ്യത്തിന് വേറൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട കാണിച്ചപ്പോൾ അവർ മാറ്റിയെന്ന് പറഞ്ഞ പല സാധനങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് വളരെ ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു താറ് തന്നെ കൊണ്ടുപോയി സർവീസ് ചെയ്ത സമയത്ത്. അപ്പം സർവീസിന്റെ കാര്യം കുറച്ച് ഇതുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഒരു കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് റെസ്പോൺസ് ഉണ്ട്. മെയിൽ ആണെങ്കിലും കോൾ ആണെങ്കിലും കസ്റ്റമർ സർവീസിന് റെസ്പോൺസ് ഉണ്ട്. പക്ഷെ അതിനുള്ളൊരു ആക്ഷൻ അവർ എടുക്കുന്നില്ല. റെസ്പോൺസ് അത് നമ്മൾ അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് റെസ്പോൺസ് ഒക്കെ കിട്ടും. പക്ഷെ അതിനുള്ളൊരു ആക്ഷൻ അവരുടെ റെസ്പോൺസ് മാത്രം കിട്ടിയോണ്ടും വലിയ കാര്യമില്ല. അടുത്തായിട്ട് ചോദിക്കാനുള്ളത് ഇതിൻ്റെ റോഡ് പ്രസൻസ്. അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലെന്നറിയാം, എങ്കിലും ഇപ്പം ഞാനും എപ്പോഴാണേലും റോഡിൽ ഈ ഒരു വാഹനം കാണുമ്പോൾ എന്തായാലും നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണിത് ഓടിച്ചു പോകുമ്പോൾ? അതിപ്പോൾ നമ്മളിത് ബുക്ക് ചെയ്യുന്നത് ഒരു 2021
ജാനുവരി ഫെബ്രുവരി ആ ടൈമാണ്. ഓക്കെ. അപ്പോഴാണെങ്കിലും നമ്മൾ കാണുമ്പോൾ റോഡിൽ കണ്ടപ്പോൾ ആദ്യമേ 2-3 വണ്ടിയൊക്കെ കണ്ടപ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അറിയുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ഒക്കെ ചെയ്തപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ബുക്ക് ചെയ്തതാണ്. അതിപ്പോൾ ഇത്ര നാളായിട്ട് പോലും ആൾക്കാർ ശ്രദ്ധിക്കും. കുട്ടികളല്ല വലിയവരാണെങ്കിൽ പോലും ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് പോലീസുകാർ വരെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ റോഡ് പ്രസൻസ് നമുക്ക് ഭയങ്കര ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് റോഡ് വണ്ടികൾ വരെ നമുക്ക് മാറ്റി തരുമൊക്കെ അങ്ങനത്തെ. കാരണം എന്റെ ടഫ് ബോഡിയാണ്, ഇതുകൊണ്ട് ചെന്ന് പണി അങ്ങോട്ട് മേടിക്കേണ്ട ഒതുക്കി തരുന്നവര്. ഓക്കെ. ഇനി അപ്പം നമുക്ക് ഇന്റീരിയറിന്റെ ഒക്കെ നോക്കിയാലോ, ഇന്റീരിയറിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, തീർച്ചയായും. അടുത്തതായിട്ട് നമ്മൾ ഇന്റീരിയറിന്റെ കാര്യമാണ് നമ്മൾ ചോദിക്കാൻ വന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പം ഇതൊരു ഫാമിലി പർപ്പസിനുള്ള വാഹനമല്ല എങ്കിൽ പോലും ഈ ഒരു 2 ഡോർ എന്നുള്ളൊരു ഇതെങ്ങനെ യൂസ്ഫുൾ ആയിട്ട് വരുന്നു, എങ്ങനെയാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന 2 പേരാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. പിന്നെ ലോങ്ങൊക്കെ പോകുമ്പോഴാണ് നമ്മൾ 4 പേര് വരുന്നുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ പുറകിലാണെങ്കിൽ ആംറസ്റ്റ് ഇല്ലാത്തതിന്റെ നമുക്ക് നല്ല ഒരു ബുദ്ധിമുട്ട് അറിയാം. അപ്പോൾ ആംറസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നമുക്ക് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് ആഫ്റ്റർ മാർക്കറ്റ് കിട്ടും. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നീട് അകത്തോട്ട് നോക്കിയപ്പോഴും ലഗേജ് സ്പേസ് തീരെ ഇല്ല അല്ലേ പുറത്ത്. അത് ഇതിന്റെ ആകെയുള്ളൊരു ഗ്ലൗ കമ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓണേഴ്സ് മാനുവൽ പോലും വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല. അത് ശരി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഇന്റീരിയറിൽ കാര്യങ്ങളുണ്ട്. ഓക്കെ. പിന്നീട് എങ്ങനത്തെ ഫീച്ചേഴ്സുകളൊക്കെയാണ് ഇപ്പം നോക്കിയപ്പോൾ ക്രൂസ് കൺട്രോൾ കണ്ടു, അതുപോലെ ട്രാക്ഷൻ കൺട്രോള്, ഹിൽ അസിസ്റ്റ്, ഇതെല്ലാം അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതലും നമുക്ക് യൂസ് ചെയ്യേണ്ട അവസരം നമുക്ക് വന്നിട്ടുമില്ല. പക്ഷേ നമുക്കിതെല്ലാം ഉണ്ട്. നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിനുള്ള വണ്ടിയിൽ നമുക്കിതെല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്രൈസ് റേഞ്ച് പറഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, ഇത് ഏത് വേരിയന്റ് ആണ് വരുന്നത്? നമ്മുടെ ഇത് ഡീസൽ മാനുവൽ ആണ് വന്നിരിക്കുന്നത്. ഹാർഡ് ടോപ്പ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ടുണ്ട്? അന്ന് നമ്മൾ എടുക്കുമ്പോൾ 16 lakhs ആയിരുന്നു ഓൺ റോഡ് പ്രൈസ് വന്നത് അല്ലേ. അപ്പോൾ അതിനകത്താണ് ഈ ഫീച്ചേഴ്സുകളെല്ലാം വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നീട് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ്, ടച്ച് റെസ്പോൺസ് അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ എങ്ങനെ? നമ്മൾ ഇൻഫർടൈൻമെൻറ്റ് പറയുമ്പോൾ ആണെങ്കിൽ സ്ക്രീനിൻ്റെ ടച്ച് ഇത്തിരി പ്രശ്നമുണ്ട്. ചില സമയത്ത് നമുക്ക് പഴയ ചൈന ഫോൺ ഞെക്കുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടെ പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം പുറകിലത്തെ സീറ്റിലിരിക്കുവാണെങ്കിൽ ഇതിന്റെ മണ്ടയ്ക്കാണ്, ടോപ്പിലാണ് സ്പീക്കേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് പുറകിലിരുന്ന് അത്യാവശ്യം നല്ല സോങ് കേൾക്കുവാണെങ്കിൽ നമുക്ക് ഒരു സറൗണ്ട് സിസ്റ്റത്തിൽ ഇരുന്ന് പാട്ട് കേൾക്കുന്ന നമുക്കൊരു ഫീൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുറകിൽ അങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ്. ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് വേറെ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് ഈ ഒരു താറിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? പിന്നെ നമുക്കുള്ളത് തന്നെ ആദ്യമേ നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് മേളത്തെ ഹാർഡ് ടോപ്പിൽ നമുക്ക് ലീക്ക് ഉണ്ടായിരുന്നു. ഹാർഡ് ടോപ്പ് ലീക്ക് ചെയ്ത് അത് ഒരു സ്ക്രൂവിന്റെ അകത്തുനിന്ന് വലുതായിട്ടല്ല, ഡ്രോപ്ലെറ്റ്സ് പോലെ നല്ല മഴയത്ത് അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ഇത്. അപ്പോൾ നമ്മളത് കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞത് അവർക്ക് കമ്പനി പറയാതെ നമുക്ക് ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല എന്നുള്ള ഒരു ഇതാണ് പറഞ്ഞത്, അഴിക്കാനൊക്കത്തില്ല എന്നുള്ള ഒരു രീതിയാണ് അവർ പറഞ്ഞത്. ഷോറൂമിലല്ലേ നമ്മൾ ചോദിച്ചത് ആണ്. അപ്പോഴും പറഞ്ഞു ഇത് ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആണെങ്കിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ നമുക്ക് ഭയങ്കരമായിട്ട് മഴയത്തല്ല അല്ലെങ്കിൽ ഇപ്പോഴും എ സി ഇടുന്ന നമുക്ക് ഭയങ്കരമായിട്ട് ഫോഗ് പിടിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് ആക്കിയാലും കാര്യമില്ല. ഇല്ല എന്നാലും ഭയങ്കരമായിട്ട് ഫോഗ് വരുന്നുണ്ട്. അതും നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ അതും ഈ സെയിം നമുക്ക് റെസ്പോൺസ് ആണ് കിട്ടിയത്. അതായത് നമുക്ക് കമ്പനി ഇങ്ങനൊരു എല്ലാ വണ്ടിക്കും മിക്കവാറുള്ള വണ്ടികൾക്കെല്ലാം ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അത് കമ്പനി പറയാതെ നമുക്ക് ഡാഷ്ബോർഡ് അഴിക്കാനൊക്കത്തില്ല. അങ്ങനെ ഒരു റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു പ്രോബ്ലം വെച്ചാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇപ്പോഴും ഉണ്ട്. ഹാർഡ് ടോപ്പിന്റെ ലീക്കോ അത് മാറി, മാറിയിട്ടുണ്ട്. അത് അവര് ഒന്നും ചെയ്തില്ല, അത് തന്നെ മാറിയിട്ടുണ്ട്. പക്ഷെ ഫോഗിന്റെ നമുക്ക് ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് മാറിയിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും, പക്ഷെ ഒരു ആക്ഷൻ ഇല്ല, നമുക്ക് ഗുണകരമായിട്ട് വരുന്നില്ല. റെസ്പോൺസ് ഭയങ്കരമായിട്ടുണ്ട്, അത് നമുക്ക് ഹാപ്പിയാണ്. അപ്പോൾ എന്തെങ്കിലും ആക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കും. ഓക്കെ. പിന്നെ എന്തൊക്കെയാ അകത്തെ? പിന്നുള്ളത് നമുക്ക് ഇതിന് മാത്രമാണെന്ന് നമ്മൾ വിചാരിച്ചത്, പക്ഷെ മിക്കവാറുള്ള വണ്ടികൾക്കുണ്ടെന്നാണ് ഒരു ഇത് കിട്ടിയത്. അതായത് ഗിയറിന് ചെറിയൊരു ജെർക്ക്
ഇടയ്ക്കുണ്ട്, ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അവർ റെക്ടിഫൈ ചെയ്തെന്നാണ് പറഞ്ഞത്. നമുക്കും ഒരു 2-3 വീക്സ് യൂസ് ചെയ്തപ്പോഴും ആ ഒരു ഫീൽ ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ വരാൻ തുടങ്ങി ഇപ്പോഴുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് കംപ്ലയിൻസുകൾ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അവർ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഇനിയും ചോദിക്കാനുള്ളത്, എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു വാഹനം സജസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയുള്ളവരെടുത്താലാണ് അവർക്ക് ഇത് വേർത്തിയാവുന്നത്? ഇത് ഞാൻ സജസ്റ്റ് ഒരു അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന ആർക്കും ഈ വണ്ടി എടുക്കാം, വെർത്താണ്. അവർക്ക് ഒരു വീക്കെൻഡ്, പക്ഷേ പ്രൈമറി വണ്ടിയായിട്ട് ഒരു മെയിൻ കാറായിട്ട് ഒരു ഫാമിലിക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ എടുക്കുന്നവർ കുറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചേ പറ്റുള്ളൂ. ഒരു സെക്കൻഡറി വേറെ വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഇത് സെക്കൻഡറി ആയിട്ട് തീർച്ചയായും ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിന് പോകാൻ വളരെ രസമാണ്. അതിനായിട്ടുള്ളതാണെങ്കിൽ കൊള്ളാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് താർ യൂസറിൻ്റെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഏകദേശം ഒരു വർഷം 10,000 കിലോമീറ്ററോളം വാഹനം ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ ജേക്കബ്, അപ്പോൾ നമുക്ക് ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ താറിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ ഈ വാഹനത്തെ പറ്റിയുള്ള സംശയങ്ങളെല്ലാം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ പുതിയ വാഹനങ്ങൾ നമ്മൾ വീണ്ടും യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.